നമുക്ക് ഈ വെൽഫെയർ സ്കീമുകളോടൊപ്പം തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൂടി നമുക്ക് വേണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഞങ്ങളൊരു ധവളപത്രം ഇറക്കാൻ തീരുമാനിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, അത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിട്ടല്ല ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും. യഥാർത്ഥ സ്ഥിതി ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ഫിനാൻസും പ്രശ്നത്തിലാണ്. അതിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നം അനുഭവിക്കുന്ന സ്റ്റേറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് കേരളമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സർ, ഇപ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് തരുന്നത്. ആ ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാനാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ പദ്ധതിയാണ്. സർ, ഈ ഗവൺമെന്റ് ഈ അധികാരം ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞ ബജറ്റിലെ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,000 കോടി ഇല്ല. കാരണം എന്താ? ആ പ്ലാൻ തയ്യാറാക്കിയത് നിങ്ങൾ അറിയണം, എല്ലാ MLA-മാരും അറിയണം. ഒരു ഗവൺമെന്റും അഭിമുഖീകരിക്കാത്ത ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നമാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. എന്താണ്? ഇവരെങ്ങനെയാണ് കണക്കാക്കിയത്? ഇവർ കണക്കാക്കിയത് 15ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിരുന്നു. 55,000 കോടി കൊടുത്തിരുന്നു 5 കൊല്ലമായിട്ട്. ഈ ഗവൺമെന്റ് കിട്ടിയ വലിയ നേട്ടമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ധനകാര്യ കമ്മീഷൻ വരും. 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137 കോടി രൂപ ഈ ഫസ്റ്റ് ഇയറിൽ ലഭിക്കും. അതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. 16ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തി. സർ, അത് കിട്ടുമെന്ന് കരുതി പ്ലാൻ ആരെങ്കിലും തയ്യാറാക്കും? പ്ലാൻ അത് കിട്ടിയേക്കും. അത് എന്ത് കണക്കാണ്? 14,137 കോടി അത് കിട്ടിയേക്കും. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 14,137 കോടി നമുക്ക് കിട്ടും ഫസ്റ്റ് ഇയറിൽ. അതില്ല, പോയി. പ്ലാനിൽ നിന്ന് 14,137 കോടി രൂപ പോയി. സാർ, പിന്നെയുള്ള കണക്ക് എന്താണ്? പിന്നെയുള്ള കണക്ക് 16ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ 1.92% നികുതി വിഹിതം. അവരത് വർദ്ധിപ്പിക്കും. ഊഹമാണ്, വൈൽഡ് ഗസ്സാണ്. അത് അവർ വർദ്ധിപ്പിച്ച് അത് 2.8 ആക്കും. 2.8 ആക്കും. പക്ഷെ അവർ വർദ്ധിപ്പിച്ചു. പക്ഷെ 2.38 മാത്രമാണ് അവരാക്കിയത്. സർ, അപ്പോൾ എത്രയാ പോയത്? അപ്പോൾ വീണ്ടും ഒരു 5,000 കോടി കൂടി പോയി. മറ്റു ചില പ്രതീക്ഷിത ഗ്രാന്റുകളിൽ നിന്ന് ഒരു 600 കോടി രൂപ പോയി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്ന ഏതെങ്കിലും ഗവൺമെന്റ് ഇതുപോലൊരു അന്തരീക്ഷം ഫേസ് ചെയ്തിട്ടുണ്ടോ? 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അല്ലല്ല, ഞാൻ തീർത്തോട്ടെ, അതൊരു സംശയം ചോദിക്കാം. 20,500 കോടി ഇല്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. ഐ വിൽ ഗിവ് യു ആൻ ഓപ്പർച്യൂണിറ്റി. 20,500 കോടി രൂപ ഇല്ല. നീ എന്ത് ചെയ്യും? അതാണ് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ, ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതാണ് സാർ ഈ ധവളപത്രത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ. എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. ഞാൻ ഇത് ടേബിളിൽ വെച്ച വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല സാർ. ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല. ഇതിനകത്ത് എല്ലാ കണക്കുകളുണ്ട്. എല്ലാ കണക്കുകളും സാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞു ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. സാർ, ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ACS ഫിനാൻസ് ആണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ. ഞങ്ങൾക്ക് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയതെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം?
ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്. ഞാൻ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ 5 യോഗങ്ങളിൽ 2-3 മണിക്കൂർ പങ്കെടുത്ത ആളാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ്. അതിൻ്റെ ഫ്രെയിം, ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ അതിൻ്റെ ചാപ്റ്റർ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ, അതിൻ്റെ വൈറ്റ് പേപ്പറിന്റെ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ, അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം, എല്ലാ ഫാക്റ്റും ഇതിനകത്തുള്ള എല്ലാ കണക്കുകളും അത് കൗണ്ടർ ചെക്ക് ചെയ്തിട്ടാണ് സർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് അങ്ങ് പറഞ്ഞത് നല്ല ചോദ്യമാണ്. ഫാക്ട് ചെക്ക് ചെയ്യണം. ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ പുറത്തു വന്ന കുറെ കൗശലങ്ങളുണ്ട് ഇതിനകത്ത്. ആളുകളെ കബളിപ്പിക്കുന്ന കൗശലങ്ങളുടെ ചില കണക്കുകൾ കൂടിയുണ്ട്. ആ കണക്ക് കൂടി ഇതിനകത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. ആളുകളെ കൽപ്പിക്കാനുള്ളതല്ല കണക്കെന്ന് പറയുന്നത്. റിയലിസ്റ്റിക് ആയിരിക്കണം സർ കണക്ക്. എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.